Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പതിവ് പോലെ തന്നെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ മൂന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾ തുടങ്ങുകയും അടുത്ത ആഴ്ച മുതൽ തുടങ്ങുകയും അപ്പോൾ അതിലേക്ക് ഗുണകരമാവുന്ന ആ സിലബസിനോട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ സിലബസിൽ ഉൾപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ മൂന്ന് ടോപ്പിക്കുകളാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അല്ലെങ്കിൽ എ.ഐ.ട ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അല്ലെങ്കിൽ എ.ഐ.ട സ്ഥാപിച്ചത് ആരാണ്? ഇതൊരു പഴയ ചോദ്യമാണ്. എങ്കിൽ ഓർത്തേക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് പറയാം, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് 1920 ലാലാ ലജ്പത് റായ് ആൻഡ് എൻ.എം. ജോഷി. മറക്കണ്ട, 1920 ലാലാ ലജ്പത് റായും എൻ.എം. ജോഷിയും കൂടിയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഒരു തൊഴിലാളി സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് 1920 എൻ.എം. ജോഷി ആൻഡ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ആളും അതോടൊപ്പം തന്നെ പഞ്ചാബ് സിംഹം ലൈൻ ഓഫ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ആള്, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ആളാണ് ലാലാ ലജ്പത് റായ് ആണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പഴയ ഒരു ബാങ്കാണത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനും ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനും ലാലാ ലജ്പത് റായ് ആണ്. അതോടൊപ്പം ഈ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷനുമാരായിരുന്നു ലാലാ ലജ്പത് റായ് ആണ്. പിന്നെ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് സംഘടനകളുണ്ട്, പ്രധാനപ്പെട്ട സംഘടന. ഒന്ന്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. നമുക്കറിയാം ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പക്ഷെ ഓർമ്മിക്കുക, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോഖലെ ആണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ചേർത്തത് സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി. മറക്കണ്ട, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോഖലെ, സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണെന്ന് ഓർത്തിക്കുക. അതോടൊപ്പം തന്നെ 1928 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മർദ്ദനമേറ്റ് മരിച്ച ഇന്ത്യൻ വിപ്ലവകാരിമാരാണ് ലാലാ ലജ്പത് റായ്. മറക്കണ്ട, സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം 1928 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മർദ്ദനമേറ്റ് മരിച്ച വിപ്ലവകാരിമാരാണ് ലാലാ ലജ്പത് റായ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, എൻ്റെ നാടുകടത്തലിനെ കുറിച്ചുള്ള കഥ, അതാണ് മൈ ഡിപ്പോർട്ടേഷൻ. ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, അതാണ് അതിൻ്റെ ഒരു ബുക്ക്. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് അൺഹാപ്പി ഇന്ത്യ എന്ന് പറയുന്നത്, അൺഹാപ്പി ഇന്ത്യ. മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ദി മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. മറ്റൊരു ബുക്ക് ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ. ഇതാണ് ലാലാ ലജ്പത് റായുടെ ബുക്കുകൾ. അപ്പോൾ മറക്കാതെ മൂന്ന് ബുക്കുകൾ പഠിക്കാതൊക്കെ പറഞ്ഞത്, ഒന്ന് ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞത് അൺഹാപ്പി ഇന്ത്യ, ദി മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ബുക്കുകൾ ദി മെസ്സേജ് ഓഫ് ഭഗവത്ഗീത ഉണ്ട്, ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ ഉണ്ട്, അൺഹാപ്പി ഇന്ത്യ ഉണ്ട്, ആൻഡ് വൺ മോർ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. വൺ മോർ, സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ആരായിരുന്നത്? രാധാദേവി. മറക്കരുത്, രാധാദേവി. അതൊരിക്കൽ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലാലാ ലജ്പത് റായുടെ ഭാര്യ ആയിരുന്നു, മറക്കണ്ട, രാധാദേവി എന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇത്രയും ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ച് ലാലാ ലജ്പത് റായാണ്, എൻ.എം. ജോഷിയാണ്. 1920 സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി സ്ഥാപിച്ച ലാലാ ലജ്പത് റായാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ച് ലാലാ ലജ്പത് റായാണ്. പഞ്ചാബ് കേസരി, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഓർക്കുക. സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് ബുക്കുകളും ആരുമായി ബന്ധപ്പെട്ടിരിക്കുക? ലാലാ ലജ്പത് റായ്. പിന്നെ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മർദ്ദനമേറ്റ് മരിച്ച വ്യക്തിയും ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുക. then രണ്ടാമത്തെ ചോദ്യം ഓർക്കുക, ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖം ഏതാണ്? വിച്ച് ഇസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖം എന്നറിയുന്നത് പിപ്പാവാവാണ്. പിപ്പാവാവ് ഗുജറാത്ത്. മറക്കണ്ട, ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖം എന്നത് പിപ്പാവാവ് ഗുജറാത്താണ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ചോദിച്ചത് ഗുജറാത്തിൽ തന്നെ മുന്ദ്രയാണ്. രണ്ടും മറക്കരുത്. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖം, ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ട്, ആദ്യത്തെ സ്വകാര്യ തുറമുഖം ഗുജറാത്തിലെ പിപ്പാവാവാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ചോദിച്ചാൽ അത് ഗുജറാത്തിൽ തന്നെ മുന്ദ്രയാണ്. ഇനി ഇന്ത്യയിലെ പൊതുവെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ചോദിച്ചാൽ ദാറ്റ് ഈസ് നേവാഷേവ അല്ലെങ്കിൽ നെഹ്റു പോർട്ട്. നമുക്കറിയാം മുംബൈയിലെ നേവാഷേവ അല്ലെങ്കിൽ നെഹ്റു പോർട്ട്, അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് തുറമുഖം ഏതാണ്?
PPP എന്നാ പറയാ. PPP കിട്ടിയ നമ്മൾ BOD ഒക്കെ പറയല്ലേ, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ BOT പറയല്ലേ, BOT ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. നമ്മൾ സ്വകാര്യവൽക്കരണം വന്നതിന് ശേഷം വന്ന സംഭവമാണ് അതൊക്കെ. പ്രൈവറ്റൈസേഷൻ വന്നതിന് ശേഷം കേൾക്കുന്ന രണ്ട് ടൈമുകളാണ് PPP, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. മറ്റൊന്ന് BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. നമ്മൾ ഈ റോഡുകളൊക്കെ പണിഞ്ഞ്, റോഡുകളും പാലങ്ങളൊക്കെ പണിഞ്ഞ് ടോൾ കൊടുക്കുന്നില്ല, അതൊക്കെ BOT ആണ് പറയാം, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അതുപോലെ തന്നെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. ഇന്ത്യയിൽ ആദ്യത്തെ PPP, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള തുറമുഖം ഏതാണ്? നമുക്കറിയാം ഏതാണ്. ദാറ്റ് ഈസ് എന്നൂർ. തമിഴ്നാട്ടിലെ എന്നൂർ തുറമുഖമാണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് തുറമുഖം എന്നറിയും. അതോടൊപ്പം ഇന്ത്യയിൽ ആദ്യമായി സെസ് പ്രഖ്യാപിച്ച, സെസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ഇന്ത്യയിൽ ആദ്യമായി സെസ് പ്രഖ്യാപിച്ചത് ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖമാണ്. ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖമാണ് ഇന്ത്യയിൽ ആദ്യമായി സെസ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ കിട്ടിയ പ്രത്യേക സാമ്പത്തിക മേഖല സെസ്. ആ സെസ് ആദ്യമായി പ്രഖ്യാപിച്ച തുറമുഖം ചോദിച്ചത് ഗുജറാത്തിലെ കാണ്ട്ലയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടി തുറമുഖം ചോദിച്ചത് പാരാദ്വീപാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കലോ? അപ്പോൾ തുറമുഖങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തുറമുഖം. ഇനി നമുക്ക് ടോട്ടലി തുറമുഖങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന് പ്രധാനമായിട്ട് നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് 6 തുറമുഖങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഗുജറാത്തിലെ കാണ്ട്ല വരുന്നുണ്ട്, പിന്നെ മുംബൈയിലെ നെഹ്റു പോർട്ട്, അതോടൊപ്പം തന്നെ മുംബൈ പോർട്ട്, നെഹ്റു പോർട്ട്, നേവാ ഷാബ, അതോടൊപ്പം തന്നെ മുംബൈ പോർട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ഗോവയിലെ ഏതാണ് അവര്, ന്യൂ മാംഗ്ലൂർ, ഗോവയിലെ മർമഗോവ വരുന്നുണ്ട്, മർമഗോവ. അത് കഴിഞ്ഞാൽ കർണാടകയിൽ വരുന്നത് ന്യൂ മാംഗ്ലൂർ, അത് കഴിഞ്ഞാൽ കൊച്ചി. ക്ലിയർ അല്ലേ? അപ്പൊ പടിഞ്ഞാറൻ തീരത്ത് വരുന്ന 6 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, പടിഞ്ഞാറൻ തീരത്ത് വരുന്ന 6 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? കാണ്ട്ല തുറമുഖം, നേവാ ഷേവ, മുംബൈ, അതോടൊപ്പം തന്നെ മർമഗോവ, ന്യൂ മാംഗ്ലൂർ ആൻഡ് കൊച്ചി. ഇതാണ് പടിഞ്ഞാറൻ തീരത്ത് വരുന്ന 6 തുറമുഖങ്ങൾ. ക്ലിയർ ആയില്ലേ? ഇനി കിഴക്കൻ തീരത്ത് വരുന്ന 6 തുറമുഖങ്ങൾ നോക്കി. ഏതൊക്കെയായിരിക്കും? കൽക്കത്ത പോർട്ട് ഉണ്ട്, വിശാഖപട്ടണം ഉണ്ട്, പാരാദ്വീപ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ചെന്നൈ പോർട്ട് ഉണ്ട്, തൂത്തുക്കുടി ഉണ്ട്, എന്നൂർ ഉണ്ട്. ക്ലിയർ ആയില്ലോ? അങ്ങനെ ഈ 12 തുറമുഖങ്ങൾ രണ്ട് ഭാഗത്തും, പടിഞ്ഞാറൻ തീരത്ത് 6, കിഴക്കൻ തീരത്ത് 6, അങ്ങനെ 12 പോർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് വെച്ചാൽ നേവാ ഷേവ അല്ലെങ്കിൽ നെഹ്റു പോർട്ട് മുംബൈയാണ്. ഏറ്റവും ആഴം കൂടി വെച്ചുള്ളത് പാരാദ്വീപാണ്. ഇന്ത്യയിൽ ആദ്യമായി സെസ് പ്രഖ്യാപിച്ച തുറമുഖം വെച്ചുള്ളത് കാണ്ട്ല തുറമുഖമാണ്. ഏറ്റവും ആഴം കൂടിയത് പാരാ തുറമുഖം, സെസ് പ്രഖ്യാപിച്ചത് കാണ്ട്ല. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ PPP തുറമുഖം, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്, ആദ്യത്തെ PP ചോദിച്ചാൽ അതായിരിക്കും, അത് എന്നൂർ പോർട്ടാണ് നിൽക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ചോദിച്ചത് ഗുജറാത്തിലെ മുന്ദ്ര. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖം ചോദിച്ചാൽ അത് പിപ്പാവാവ്, ഗുജറാത്ത്. ക്ലിയർ ആയില്ലോ? അപ്പൊ പിപ്പാവാവും ഗുജറാത്താണ്, മുന്ദ്രയും ഗുജറാത്താണ്. ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവാവ്, ഗുജറാത്ത്. ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം അത് മുന്ദ്ര, അതും ഗുജറാത്താണ്. ക്ലിയർ ആയിരിക്കണം? അപ്പൊ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യത്തെ ചന്ദ്രയാൻ നമുക്കറിയാം അല്ലെ? ചന്ദ്രയാൻ ദൗത്യം, ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ് നാം ഡേറ്റ് ചോദിക്കുന്നത്. ചന്ദ്രയാൻ വിക്ഷേപിച്ചിട്ട് 2008 ഒക്ടോബർ 22, മറക്കത് 2008, 2008 ഒക്ടോബർ 22-നാണ് നമ്മുടെ ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. മറക്കണ്ട, ചന്ദ്രയാൻ ദൗത്യം മറക്കണ്ട. 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. ഈ ചന്ദ്രൻ വിക്ഷേപിച്ച വാഹനം ഓർക്കുക, PSLV C11 ആണ്. PSLV C11, PSLV C പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് പറയാം കേട്ടോ. PSLV C11 11-നാണ് നമ്മുടെ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ വിക്ഷേപിച്ച വാഹനമാണ് കേട്ടോ PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയാം. PSLV 11, 2008 ഒക്ടോബർ 22. ഇനി ചന്ദ്രയാൻ വിക്ഷേപിക്കുന്ന അന്ന് ഇന്ത്യയിലെ ISRO ചെയർമാൻ ആരായിരുന്നു? ISRO ചെയർമാൻ G മാധവൻ നായരായിരുന്നു. ISRO ചെയർമാൻ ആരാണ്? G മാധവൻ നായരായിരുന്നു. ഈ ചന്ദ്രയാന്റെ പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാലായിരിക്കും? M അണ്ണാദുരയാണ്. ഇത് തെറ്റരുത്, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ചന്ദ്രയാൻ വിക്ഷേപിക്കുന്ന ആരായിരുന്നു ISRO ചെയർമാൻ വെച്ചത്? G മാധവൻ നായരാണ്. പക്ഷെ ചന്ദ്രയാന്റെ പ്രൊജക്ട് ഡയറക്ടർ ചോദിച്ചാൽ G മാധവൻ നായരല്ല, അത് M അണ്ണാദുരൈ എന്ന് പറഞ്ഞ. പിന്നെ ചന്ദ്രയാനുമായി നമ്മൾ സഹകരിച്ച രാഷ്ട്രം പ്രധാനപ്പെട്ട ചോദിക്കുന്നത് റഷ്യയാണ് പറയുക. പിന്നെ ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ്, അതാണ് ചന്ദ്രയാനിൽ വെള്ളം കണ്ടെത്താൻ നമ്മളെ സഹായിച്ച മിഷണറി പാർട്ടാണ് മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നൊക്കെ അറിയുന്നത്. പിന്നെ 1380 കിലോഗ്രാം ഉണ്ടായിരുന്നു, 386 കോടി രൂപ. ഓക്കെ, 386 കോടി രൂപ, 386 കോടി രൂപ ചെലവാക്കിയ ഒന്നാണ്. 1380 കിലോഗ്രാം വെയിറ്റുള്ള ഒന്നാണ് ഈ ചന്ദ്രയാൻ എന്ന് പറയുന്ന സംഭവം. ഒക്കെ ഓർത്തിക്കാം. അപ്പൊ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് ഇത്രയും നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒന്ന് 2008 ഒക്ടോബർ 22-നാണ്. PSLV C11 ആണ് വിക്ഷേപിച്ചത്. 1380 കിലോഗ്രാം, അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. 386 കോടി രൂപ, അതൊന്നും അങ്ങനെ ചോദിക്കാനുള്ള കാര്യങ്ങളാണ്. എൻ്റെ കൂടെ പറഞ്ഞു മാത്രം. ചന്ദ്രയാൻ വിക്ഷേപിക്കുമ്പോൾ ISRO ചെയർമാൻ G മാധവൻ നായർ, പ്രൊജക്ട് ഡയറക്ടർ ആരാധന അണ്ണാദുരൈ എന്ന് പഠിക്കുക. ക്ലിയർ? അപ്പൊ ഇതാണ് 3 പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആ ഭാഗത്ത് നിന്നായിരിക്കും ISRO എന്നുള്ള ചോദ്യം വരിക. അത് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗമാണ്. പിന്നെ മോഡേൺ ഇന്ത്യ, പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്ത്യ ഫാക്ടിന്റെ ഫിസിക്കൽ ജോഗ്രഫിയുടെ ഭാഗമായ തുറമുഖങ്ങൾ. ക്ലിയർ?
ആ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആ ടോപ്പിക്കുകളും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിനനുബന്ധ കാര്യങ്ങളുമായി 3 ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസ് ഒക്കെ തരാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, ദാറ്റ് മീൻസ് പഠനവുമായി ബന്ധപ്പെട്ട പഠിക്കുന്ന കുട്ടികൾ, പഠനവുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിനെല്ലാവർക്കും